गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा गुरुः परब्रह्मं तस्मै श्रीगुरवे नमः. ഓം ശ്രീ ഗുരവേ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. നമസ്കാരം. ഈ ആഴ്ചത്തെ വാരഫലത്തിലേക്ക് സ്വാഗതം. 2025 ഏപ്രിൽ 27 മുതൽ മെയ് 3 വരെയുള്ള, അതായത് മലയാള വർഷം 1200 ആണ്ട് മേടം 14 മുതൽ 20 വരെയുള്ള വാരഫലമാണ് പറയാൻ പോകുന്നത്. ആദ്യമായി മേടക്കൂറിൻ്റെ ഫലങ്ങളാണ്. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം എന്നിവയാണ് മേടക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ രവിയും ധനസ്ഥാനത്ത് വ്യാഴവും സുഖസ്ഥാനത്ത് കുജനും വ്യയസ്ഥാനത്ത് ബുധനും ശുക്രനും ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. മുൻകോപം കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പൂർവിക സ്വത്തുക്കൾ സ്വന്തം പേരിലേക്ക് മാറ്റാൻ ആഗ്രഹിക്കുന്നവർ അത് എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടതാണ്. സുഖഹാനിയും ദുർജന സംസർഗവും ഉണ്ടാകും. വസ്ത്രലാഭം ഉണ്ടാകും. ഭയം മനസ്സിനെ ഗ്രസിക്കും. ശത്രുശല്യവും ധനപരമായ ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടും. പല മാർഗങ്ങളിലൂടെയുള്ള ധനവരവിന് സാധ്യതയുണ്ടെങ്കിലും അത് കയ്യിൽ കിട്ടാൻ കാലതാമസം ഉണ്ടാകും. കാര്യതടസ്സത്തിനും മനോദുഃഖത്തിനും സാധ്യത കാണുന്നു. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, ശ്രീകൃഷ്ണപ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്ത ഇടവക്കൂറിൻ്റെ ഫലങ്ങളാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകേരം ആദ്യത്തെ പകുതി എന്നിവയാണ് ഇടവക്കൂറിലുള്ളത്. ഇവർക്ക് സഹോദര സ്ഥാനത്ത് കുജനും ലാഭസ്ഥാനത്ത് ബുധനും ശുക്രനും ശനിയും വ്യയസ്ഥാനത്ത് രവിയും ജന്മത്തിൽ വ്യാഴവും സഞ്ചരിക്കുന്ന സമയമാണ്. തൊഴിൽ രംഗത്ത് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകും. ഇഷ്ടഭക്ഷണ ലബ്ധി പ്രതീക്ഷിക്കാം. ധനം നഷ്ടപ്പെടാനിടയുണ്ട്. കാര്യവിജയം ഉണ്ടാകും. ചില സമയങ്ങളിൽ മനസ്സിനും ശരീരത്തിനും അസ്വസ്ഥതകൾ അനുഭവപ്പെടും. ശത്രുശല്യം കുറയും. ഭാര്യാപുത്ര സൗഖ്യവും മനസ്സന്തോഷവും ഉണ്ടാകും. ധനപരമായ കാര്യങ്ങളിൽ വളരെ ചിന്തിച്ചു മാത്രം തീരുമാനമെടുക്കുക. നിർഭയത്വവും സുഗന്ധദ്രവ്യ ലാഭവും ഉണ്ടാകും. കീർത്തിയും മാന്യതയും വർദ്ധിക്കും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, മഹാവിഷ്ണു പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മിഥുനക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകേരം അവസാനത്തെ പകുതി, തിരുവാതിര, പുണർതം മുക്കാൽ എന്നിവയാണ് മിഥുനക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് ചൊവ്വയും കർമ്മസ്ഥാനത്ത് ബുധനും ശുക്രനും ശനിയും ലാഭസ്ഥാനത്ത് ആദിത്യനും വ്യയസ്ഥാനത്ത് വ്യാഴവും സഞ്ചരിക്കുന്ന സമയമാണ്. ധനപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. സർക്കാരിൽ നിന്നോ ചോരന്മാരിൽ നിന്നോ ഉപദ്രവത്തിന് സാധ്യത. ശത്രുനാശവും ദാമ്പത്യ സൗഖ്യവും പ്രതീക്ഷിക്കാം. കലഹങ്ങൾക്കും അപമാനത്തിനും സാധ്യത കാണുന്നു. അലച്ചിലും തൊഴിൽ തടസ്സവും ഉണ്ടായേക്കാം. പല വിധത്തിലുള്ള സുഖാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നു. യാത്രാക്ലേശവും മനോദുഃഖവും അനുഭവപ്പെടും. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, ലക്ഷ്മീനാരായണ പ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കർക്കിടകക്കൂറിൻ്റെ ഫലങ്ങളാണ്. പുണർതം അവസാന പാദം, പൂയം, ആയില്യം എന്നിവയാണ് കർക്കിടകക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ കുജനും ഭാഗ്യസ്ഥാനത്ത് ബുധനും ശുക്രനും ശനിയും കർമ്മസ്ഥാനത്ത് സൂര്യനും ലാഭസ്ഥാനത്ത് വ്യാഴവും സഞ്ചരിക്കുന്ന സമയമാണ്. ശരീരസുഖം കുറയും. ശത്രുശല്യം വർദ്ധിക്കും. കാര്യവിഘ്നങ്ങളും വാദസംബന്ധമായ രോഗങ്ങളും ഉണ്ടാകാം. കളത്രസുഖവും ധനലാഭവും ഉണ്ടാകും. ധർമ്മപ്രവൃത്തികൾക്ക് തടസ്സമുണ്ടാകാൻ സാധ്യതയുണ്ട്. കർമ്മപുരോഗതി ഉണ്ടാകും. സ്ഥാനമാനങ്ങൾ ലഭിക്കും. വസ്ത്രാഭരണ ലാഭം ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, ശ്രീകൃഷ്ണപ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ചിങ്ങക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകം, പൂരം, ഉത്രം ആദ്യപാദം എന്നിവയാണ് ചിങ്ങക്കൂറിലുള്ളത്. ഇവർക്ക് അഷ്ടമത്തിൽ ബുധനും ശുക്രനും ശനിയും ഭാഗ്യസ്ഥാനത്ത് സൂര്യനും കർമ്മസ്ഥാനത്ത് വ്യാഴവും വ്യയസ്ഥാനത്ത് ചൊവ്വയും സഞ്ചരിക്കുന്ന സമയമാണ്. പുത്രന്മാരും ബന്ധുക്കൾക്കും അരിഷ്ടതകൾക്ക് സാധ്യത കാണുന്നു. ധനപരമായ പുരോഗതി ഉണ്ടാകും. സന്താന സൗഭാഗ്യവും കാര്യവിജയവും ഉണ്ടാകും. വിരഹവും മനോദുഃഖവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉഷ്ണരോഗങ്ങൾ, ദുഷ്ചെലവ് എന്നിവ പ്രതീക്ഷിക്കാം. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കന്നിക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രം മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യത്തെ പകുതി എന്നിവയാണ് കന്നിക്കൂറിലുള്ളത്. ഇവർക്ക് കളത്രസ്ഥാനത്ത് ബുധനും ശുക്രനും ശനിയും അഷ്ടമത്തിൽ രവിയും ഭാഗ്യസ്ഥാനത്ത് വ്യാഴവും ലാഭസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. അകാരണമായ ഭയം വർദ്ധിക്കും. സർക്കാർ സംബന്ധമായ ദോഷാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നു. പിതൃദോഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഭൂമി, ഗൃഹവാഹനാദി സൗഖ്യം പ്രതീക്ഷിക്കാം.
സ്വജനവിരോധം ഉണ്ടാകാം, ഭാഗ്യവർദ്ധനവ് ഉണ്ടാകും, കളത്രസുഖം കുറയും, പല വിധത്തിലുള്ള അപവാദങ്ങളും കലഹങ്ങളും ഉണ്ടായേക്കാം, വഴി തടസ്സവും കാര്യങ്ങൾക്ക് മന്ദതയും അനുഭവപ്പെടും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതിയും ശാസ്താപ്രീതിയും ലക്ഷ്മീനാരായണ പ്രീതിയും വരുത്തുക. അടുത്തത് തുലാക്കൂറിന്റെ ഫലങ്ങളാണ്. ചിത്തിര അവസാനത്തെ പകുതി, ചോതി, വിശാഖം മുക്കാൽ എന്നിവയാണ് തുലാക്കൂറിലുള്ളത്. ഇവർക്ക് ശത്രുസ്ഥാനത്ത് ബുധനും ശുക്രനും ശനിയും, കളത്രസ്ഥാനത്ത് സൂര്യനും, അഷ്ടമത്തിൽ വ്യാഴവും, കർമ്മസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. വയറിന് അസുഖങ്ങൾ ഉണ്ടാകാം, കർമ്മതടസ്സവും ധനനഷ്ടവും ഉണ്ടായേക്കാം, കാര്യവിജയവും ഉന്നതസ്ഥാനപ്രാപ്തിയും ഉണ്ടാകും, അരിഷ്ടതയും സ്വാതന്ത്ര്യക്കുറവും അനുഭവപ്പെടും, ഒറ്റപ്പെടലും മനോവിഷമങ്ങളും ഉണ്ടായേക്കാം, പല വിധത്തിലുള്ള സുഖാനുഭവങ്ങൾ വർദ്ധിക്കും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ലക്ഷ്മീനാരായണ പ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് വൃശ്ചികക്കൂറിന്റെ ഫലങ്ങളാണ്. വിശാഖം കാല്, അനിഴം, തൃക്കേട്ട എന്നിവയാണ് വൃശ്ചികക്കൂറിലുള്ളത്. ഇവർക്ക് പുത്രസ്ഥാനത്ത് ബുധനും ശുക്രനും ശനിയും, ശത്രുസ്ഥാനത്ത് സൂര്യനും, കളത്രസ്ഥാനത്ത് വ്യാഴവും, ഭാഗ്യസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. രോഗശമനം ഉണ്ടാകും, ധനലാഭം പ്രതീക്ഷിക്കാം, അശനശയന സുഖം ഉണ്ടാകും, ആയുധം, അഗ്നി എന്നിവ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക, കാര്യതടസ്സം അനുഭവപ്പെടും, വിവേകശൂന്യമായ പെരുമാറ്റത്തിന് സാധ്യതയുണ്ട്, സന്താന ഗുണം ഉണ്ടാകും, ബന്ധുഗുണവും ഗുരുജനപ്രാപ്തിയും ഉണ്ടാകും, എടുത്തുചാട്ടം നിയന്ത്രിക്കണം. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, ശ്രീകൃഷ്ണപ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ധനുക്കൂറിന്റെ ഫലങ്ങളാണ് പറയാൻ പോകുന്നത്. മൂലം, പൂരാടം, ഉത്രാടം ആദ്യപാദം എന്നിവയാണ് ധനുക്കൂറിലുള്ളത്. ഇവർക്ക് സുഖസ്ഥാനത്ത് ബുധനും ശുക്രനും ശനിയും, പുത്രസ്ഥാനത്ത് രവിയും, ശത്രുസ്ഥാനത്ത് വ്യാഴവും, അഷ്ടമത്തിൽ കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. കലഹപ്രവണത ഒഴിവാക്കണം, ബന്ധുസമാഗമവും അനുഭവ ഗുണവും ഉണ്ടാകും, അധികാരസ്ഥാനപ്രാപ്തി ഉണ്ടാകും, മോഹാലസ്യം പോലെയുള്ള മനോവിഷമങ്ങൾ അനുഭവപ്പെടും, മറഞ്ഞിരിക്കുന്ന ശത്രുക്കളെ പ്രത്യേകം ശ്രദ്ധിക്കുക, രക്തവാർച്ചയും മാനനഷ്ടവും ഉണ്ടായേക്കാം. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണുപ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മകരക്കൂറിന്റെ ഫലങ്ങളാണ്. ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടം ആദ്യത്തെ പകുതി എന്നിവയാണ് മകരക്കൂറിലുള്ളത്. ഇവർക്ക് സഹോദരസ്ഥാനത്ത് ബുധനും ശുക്രനും ശനിയും, സുഖസ്ഥാനത്ത് സൂര്യനും, പുത്രസ്ഥാനത്ത് വ്യാഴവും, കളത്രസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. ആശയവിനിമയങ്ങളിൽ അബദ്ധം വരാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. സഹോദരന്മാരുമായി കലഹത്തിന് സാധ്യത, സർവകാര്യസിദ്ധി ഉണ്ടാകും, സ്ത്രീ പുരുഷ സുഖാനുഭവങ്ങൾക്ക് ഹാനി ഉണ്ടാകും, ഗൃഹവാഹനാദി സൗഖ്യവും ഐശ്വര്യവും ഉണ്ടാകും, ദാമ്പത്യ സൗഖ്യം കുറയും, മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾക്ക് സാധ്യത. ദോഷപരിഹാരാർത്ഥം ശ്രീകൃഷ്ണപ്രീതി, ശിവപ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കുംഭക്കൂറിന്റെ ഫലങ്ങളാണ്. അവിട്ടം അവസാന പകുതി, ചതയം, പൂരിട്ടാതി മുക്കാൽ എന്നിവയാണ് കുംഭക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് ബുധനും ശുക്രനും ശനിയും, സഹോദരസ്ഥാനത്ത് രവിയും, സുഖസ്ഥാനത്ത് വ്യാഴവും, ശത്രുസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. ഗൃഹവാഹനാദി സൗഖ്യവും സ്ഥാനപ്രാപ്തിയും ഉണ്ടാകും, കാര്യവിജയം, അനാവശ്യമായ ഉത്കണ്ഠ, സഞ്ചാര തടസ്സം എന്നിവ ഉണ്ടായേക്കാം, ശത്രുക്കളുമായി രമ്യതയിലാകും, രോഗങ്ങൾ ശമിക്കും, ഐശ്വര്യം വർദ്ധിക്കും, നാൽക്കാലികളിൽ നിന്ന് ഭയമുണ്ടാകും, ധനപരമായ മെച്ചമുണ്ടാകും, വാക്കുപിഴ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതിയും ദേവീപ്രീതിയും വരുത്തുക. അടുത്തത് മീനക്കൂറിന്റെ ഫലങ്ങളാണ്. പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നിവയാണ് മീനക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ ബുധനും ശുക്രനും ശനിയും, ധനസ്ഥാനത്ത് രവിയും, സഹോദരസ്ഥാനത്ത് വ്യാഴവും, പുത്രസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. അശനശയന സുഖം ഉണ്ടാവും, ദാമ്പത്യ സൗഖ്യം പ്രതീക്ഷിക്കാം, ശരീരസുഖം കുറയും, സാമ്പത്തിക വിഷമതകൾ ഉണ്ടായേക്കാം, ഇഷ്ടപ്പെട്ട സ്ഥലത്ത് നിന്ന് മാറി താമസിക്കേണ്ടതായി വന്നേക്കാം, ബന്ധുക്കളുമായി കലഹത്തിന് സാധ്യത, ശത്രുശല്യവും പുത്രദുഃഖവും ഉണ്ടാകാം, മാനസിക അസ്വസ്ഥതകൾ വർദ്ധിക്കും, നയനരോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മീനക്കൂറുകാർ പൊതുവെ എല്ലാ കാര്യങ്ങളിലും വളരെ സൂക്ഷിച്ച് പെരുമാറേണ്ട കാലമാണ്. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണുപ്രീതി എന്നിവ വരുത്തുക.